ഹായ് ലിറ്റുമണീസ്, ഞാൻ ഫാത്തിമ. അപ്പോൾ ഇന്ന് 35 ഡേയ്സ് വെയ്റ്റ് ലോസ് ചാലഞ്ചിൽ ഡേ 7 ആണ് ഇന്ന്. അപ്പോൾ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുത്തത് 2 എഗ് വൈറ്റും പിന്നെ ഒരു ദോശയും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 100 ഗ്രാം ചെറുപയറില്ലേ, അത് പുഴുങ്ങിയതാണ് എടുത്തിട്ടുള്ളത്. നല്ല ഇതായിട്ട് നല്ല ഹെൽത്തിയാണ്. ഇപ്പോൾ പ്രോട്ടീനൊക്കെ ഉണ്ട്, അപ്പോൾ ഫൈബർ ഉണ്ട്, എല്ലാം ഉള്ളതുകൊണ്ട് അപ്പോൾ നല്ല ഒരു ഫില്ലിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാണ് ഇന്ന് കഴിച്ചത്. ദോശ വന്നിട്ട് ഉഴുന്ന് ദോശ. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ജിമ്മിലേക്കാണ് ഗൈസ്. ജിമ്മിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റായിന്. ഇന്ന് ഒരു ഉച്ചൻ്റെ ആ സമയത്താണ് പോയത്. ഉച്ചക്കല്ല, ഒരു 11 സമയത്താണ് പോയത്. പോയി നേരെ ജിമ്മിൽ പോയി. ഇന്ന് ലെഗാണ് ഗൈസ്, ലെഗ്. അപ്പോൾ ലെഗിന് വേണ്ടിയിട്ടുള്ളതൊക്കെ കളിച്ചു. നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. പിന്നല്ലേ എത്ര പെയിൻ ഉണ്ടായാലും നമ്മളൊന്ന് ഇറങ്ങിയാൽ നമുക്ക് ഭയങ്കര മോട്ടിവേഷനും. നമ്മളല്ലേ സെൽഫായിട്ട് നമ്മളെ കെയർ ചെയ്യുന്നത് എത്രത്തോളം വളരെ നല്ലതെന്നറിയാം. ഞാനൊക്കെ ചെറിയ സമയങ്ങളിൽ ഭയങ്കര മൂഡ് ഔട്ടായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമുക്കില്ലേ ഈ ജിമ്മിന് പോകുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും, ബ്രൈറ്റ്നസ് കിട്ടും, നമ്മുടെ ശരീരത്തിന് നല്ല എനർജി എല്ലാം ഉണ്ടാവും. നല്ല ഒരു ഹെൽത്താണ്. എന്നെ സംബന്ധിച്ചോളം ഈ ജിമ്മിൽ പോകുന്നത് വളരെ ഒരു നല്ല കാര്യമാണ്. ഡോക്ടറെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകുന്നതിനെക്കാട്ടി നല്ലതാണ് ഞാൻ പറയും. പിന്നെ നിറയെ സ്ഥലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജിമ്മിൽ പോകുന്നേരം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമോ, അവരെന്തെങ്കിലും പറയുമോ, ഇവരെന്തെങ്കിലും പറയുമോ എന്ന് വിചാരിച്ചാലല്ലേ ഒന്നും നടക്കില്ല. പറയുന്ന ആൾക്കാർ ഇപ്പോൾ പണ്ടുള്ള ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വരില്ല. പക്ഷേ അല്ലേ, ജിമ്മിന് പോകുന്നത് നമ്മളെ ഹെൽത്ത് നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ മാത്രമേ ജീവിക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ജിമ്മിൽ പോകാൻ പറ്റിയെങ്കിൽ നിങ്ങൾ അറിയത്തുണ്ടെങ്കിലും നിങ്ങൾ മിക്കവാറും ശ്രമിച്ചിട്ട് പോകണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനോ. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല വൈബല്ലേ. ഇത് ട്രെഡ്മി കയറി അതിൻ്റെ ശേഷം ലെഗൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് റെഡ്മി. അത് കഴിഞ്ഞിട്ട് സൈക്കിളാണ് ചെയ്തത്. ഒരു 15 മിനിറ്റ്സ് വന്നിട്ട് ഞാൻ സൈക്കിൾ ചവിട്ടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങുന്ന ഗൈസ്. നല്ല വ്യൂ ആണ് സൈക്കിൾ ചവിട്ടുന്ന ആ സ്ഥലത്തിൽ. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മുമ്പേ ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. പക്ഷെ നല്ലൊരു ഹാപ്പിനെസ്സും നമ്മൾ എത്രത്തോളം സെൽഫ് കെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാത്രമേ ജീവിക്കാൻ പറ്റും ഗൈസ്. ഈ മുഖത്തിലെ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാലേ ലെഗ് കളിച്ച് തന്നെ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല. അടുത്ത വീഡിയോ എടുക്കാം.